ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 2018 വരുന്ന 2.4 മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമൻറ്റിലൂടെ, അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മാനുവൽ വണ്ടി ഒന്നും കയ്യിലില്ലേ എന്ന്. അപ്പോൾ നമുക്കിപ്പോൾ നല്ലൊരു അടിപൊളി വാഹനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ലോ കിലോമീറ്ററിൽ വരുന്ന വെറും 59,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന ഫുൾ സർവീസ് റെക്കോർഡ് കാര്യങ്ങളുള്ള നോ റീപ്ലേസ്മെൻറ്റ് വാഹനം. അതായത് ഒരു സിംഗിൾ പീസ് പോലും വണ്ടിയിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അത്രയും ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കംപ്ലീറ്റ് വീഡിയോ എല്ലാവരും കാണാം. ഒരു മാനുവൽ ഇന്നോവ ക്രിസ്റ്റ തപ്പി നടക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഈ വാഹനം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു 75% അബവ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് ഓൾറെഡി. പിന്നെ ബോഡിയിലൊന്നും വേറെ ഡെൻറ്റസോ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി തന്നെ വരുന്ന ഒരു വാഹനമാണ്. പിന്നെ നമുക്ക് ഡ്രൈവിംഗ് സൈഡ് ഡോറ് കാര്യങ്ങൾ, പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ തന്നെയാണ് വരുന്നത്. അവിടെയൊന്നും വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ റബ്ബർ കാര്യങ്ങൾ അയച്ചു നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പഞ്ചിങ് കാര്യങ്ങളോ ഒക്കെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയൊന്നും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഒരു 58,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ക്വാളിറ്റി വണ്ടി മേലെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഡോറിലേക്ക് വരുമ്പോഴായാലും അവിടെയും വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് നമ്മൾ അറിയില്ല, എന്നാലും അത്രയും പ്രോപ്പറായിട്ട് തന്നെയാണ് ഉള്ളത്. അവിടെയൊന്നും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ഒരു സ്ക്രാച്ചസ് കാര്യങ്ങൾ പോലും ഹാൻഡ് റെസ്റ്റിലോ എവിടെയില്ല. അത്രയും ക്വാളിറ്റിയിൽ വരുന്ന വാഹനമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ബാക്ക് സൈഡ് റബ്ബർ കാര്യങ്ങൾ നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അയക്കാൻ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പഞ്ചിങ് കാര്യങ്ങളൊന്നും ഇതുവരെ അയച്ചിട്ട് പോലുമില്ല, എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് ടൈൽ ലാമ്പ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഡിക്കി ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ തന്നെയാണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു ക്രാഷ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ഡൽഹി ആകുമ്പോൾ അത്യാവശ്യം ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കാർഡ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ നാട്ടിലത് എക്സ്ട്രാ വെക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്, കാരണം RTO കാര്യങ്ങളൊക്കെ ഫൈന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നേക്കാം. പിന്നെ അതുപോലെ തന്നെ ഡിക്കി കാര്യങ്ങൾ ഓപ്പൺ ആക്കിയാലും അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഒരു വർക്കോ പെയിൻറ്റോ ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതൊന്നുമില്ല. അത്രയ്ക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ പേസ്റ്റിങ് റബ്ബർ കാര്യങ്ങൾ നിങ്ങൾ കണ്ടോ, അത്ര ക്ലീനാണ്. ഒരു വർക്കോ കാര്യങ്ങളോ തുരുമ്പോ റെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹൈ ക്വാളിറ്റിയിൽ വരുന്ന വാഹനമാണ്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം സീറ്റ് കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡിലും ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. വണ്ടിയിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് അല്ലാണ്ട് വേറെ വണ്ടിയിൽ വേറെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നമ്മൾ റബ്ബിങ് പോളിഷിങ് നാട്ടിലെത്തിയാൽ നമ്മൾ നോർമലി ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് വേറെ ഒന്നും വണ്ടിയിൽ നമ്മൾ പെയിൻറ്റോ ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഉള്ളത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡോറിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആണ്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അവിടെ ഹാൻഡ് റെസ്റ്റിലോ നമ്മൾ എവിടെയായാലും ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻറ്റീരിയറൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിങ്ങൾ സീറ്റിൻ്റെ എല്ലാം ക്വാളിറ്റി കണ്ടോ. സീറ്റിലൊന്നും ഇതുവരെ ആരും ബാക്ക് സൈഡിലൊന്നും സീറ്റിലൊന്നും ആരും ഇരിക്കാറില്ല എന്ന് തോന്നുന്നു. അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഒരു 58,000 കിലോമീറ്റർ ഇൻറ്റീരിയർ ക്വാളിറ്റി നിങ്ങൾ കണ്ടോ. ആ മാറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തു കേട്ടോ. അതിൻ്റെ അടിയിൽ കമ്പനി സ്റ്റോക്കിൽ വരുന്ന മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻറ്റീരിയർ റൂഫ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പൊടിയോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഉള്ളത്. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴായാലും സീറ്റിൻ്റെ ക്വാളിറ്റി കണ്ടോ. സീറ്റ് തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട്. വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്രയും ക്വാളിറ്റിയിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെനുവിനാണ്. കറക്റ്റ് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെ വണ്ടിയുടെ പാർട്സ് കാര്യങ്ങൾ, വുഡൻ ഫിനിഷിങ് കാര്യങ്ങൾ ഒക്കെ പെർഫെക്റ്റാണ്. ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വണ്ടി തന്നെ, വാഹനം തന്നെ നമുക്ക് ഈ വാഹനത്തിന് പറയാൻ പറ്റും. അത്രയും ക്വാളിറ്റിയിലുള്ള വാഹനമാണ് വരുന്നത്. അപ്പോൾ ഒരു മാനുവൽ വണ്ടി തപ്പി നടക്കുന്നവരാണ് ഈ വണ്ടി ഒരിക്കലും മിസ് ചെയ്യല്. നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് വണ്ടി എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. അത്രയും ക്വാളിറ്റിയിൽ വരുന്ന വാഹനമാണ്. ഇന്ന് നമുക്ക് മെയിനായിട്ട് കാണേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ എൻജിൻ റൂമാണ്. അപ്പോൾ എൻജിൻ റൂമും കൂടി ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. അതായത് വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഒറിജിനലാണ് വരുന്നത്. പിന്നെ ബോണറ്റ് കാര്യങ്ങൾ എല്ലാ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ചെറിയ പൊടി കാര്യങ്ങളുണ്ട് കേട്ടോ, ചെളിയാണ്, അത് നമ്മൾ തുടക്കുമ്പോൾ തന്നെ പോകുന്നുണ്ട്. പിന്നെ പേസ്റ്റിങ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടോ, പെർഫെക്റ്റ് ആണ്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ബോണറ്റ് കാര്യങ്ങൾ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് സൈഡ് ലൈറ്റിൻ്റെ കണ്ടോ, ലൈറ്റിൻ്റെ പൊതുവെ ഇന്നോവ ക്രിസ്റ്റയിൽ വരാറുണ്ട്. ഹെഡ് ലൈറ്റിൻ്റെ ക്ലാമ്പ് കാര്യങ്ങൾ പൊട്ടാറുണ്ട്. ഒരു പ്ലാസ്റ്റിക് പോർഷനാണ്, അപ്പോൾ നോർമലി പൊട്ടാറുണ്ട്. ഈ വണ്ടിയുടെ പൊട്ടിയിട്ടില്ല, അത് ഒറിജിനലാണ് വരുന്നത്. രണ്ട് സൈഡും ഒറിജിനലാണ്, കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് പട്ടി കാര്യങ്ങൾ ഒറിജിനലാണ്. വേറൊരു വർക്കോ കാര്യങ്ങളോ ആപ്രോൺ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം പെർഫെക്റ്റാണ്. എല്ലാ പേസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റാണ്. ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു വാഹനമാണ് ഇത് വരുന്നത്. അപ്പം വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി പറയാം. 2018 വരുന്ന വി ഓപ്ഷൻ, അതായത് മിഡിൽ ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമാണ് ഇത്.
വാഹനം വരുന്നത് സെക്കൻഡ് ഓണറിൽ വരുന്ന വാഹനമാണ്. അതായത് ആദ്യം കമ്പനിയുടെ പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് ശേഷം അവരുടെ അതായത് ഓണർ സെയിം തന്നെയാണ്, അവരുടെ ഇൻഡിവിജ്വൽ നെയിമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി വരുന്നത് വെറും സെക്കൻഡ് ഓണറിലാണ് വരുന്നത്. പിന്നെ ഓടിയേക്കുന്നത് വെറും 59,000 കിലോമീറ്ററാണ്. പിന്നെ കംപ്ലീറ്റ് സർവീസ് റെക്കോർഡ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. അപ്പോൾ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെനുവിനാണ്. പിന്നെ വണ്ടി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയിൽ വരുന്നൊരു വാഹനം തന്നെ പറയാൻ പറ്റും. അപ്പം ഈ ഒരു മാനുവൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, വണ്ടി ബുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പറഞ്ഞുതരും. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 13,95,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് കാര്യങ്ങൾ നമുക്ക് ചെറിയ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പുതിയ വണ്ടികൾ വരുമ്പോൾ കറക്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.